ഇതുപോലത്തെ കിടിലൻ മൂവ്സൊക്കെ ഒരു ചെസ് കമ്പ്യൂട്ടറിന് മാത്രമേ കാണാൻ പറ്റൂ. സംശയമുണ്ടോ? എന്നാൽ ഈ ഗെയിം ഒന്ന് കണ്ടു നോക്കാം. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് 1975-ലാണ്. വൈറ്റ് കളിക്കുന്ന പ്ലെയർ ആൻഡ്രസ് അഡോർജാൻ എന്ന് പറഞ്ഞ പ്ലെയറും ബ്ലാക്ക് കളിക്കുന്നത് മാക്സ്വെൽ ഫുള്ളർ എന്ന് പറഞ്ഞ പ്ലെയറും. ഗെയിം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ വൈറ്റ് പ്ലെയർ കളിക്കുന്നത് പോൺ E4 ആണ്. C5 സിസിലിയൻ ഡിഫൻസ് ആണ്. നൈറ്റ് F3, D6, D4 പോൺ വെച്ച് വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു. നൈറ്റ് F6 കളിച്ച് ഈ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് C3, G6 അപ്പോൾ സിസിലിയൻ ഡിഫൻസിൻ്റെ ഹൈപ്പർ ആക്സിലറേറ്റഡ് ഡ്രാഗൺ ആണ്. ബിഷപ്പ് E3, ബിഷപ്പ് G7, F3. എന്തിനാണ് F3 കളിക്കണത്? F3 കളിച്ചില്ലെങ്കിൽ ഈ നൈറ്റ് ഇവിടെ വന്നിട്ട് ഈ ബിഷപ്പിനെ ഓടിച്ചു വിടാൻ നോക്കും. അത് മാത്രമല്ല ഈ ക്യൂവിനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു നൈറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാവും ഈ ബിഷപ്പിന്. അതിനാണ് F3 കളിക്കുന്നത്. A6, ക്യൂൺ D2, B5. അപ്പോൾ ഒരാൾ കിങ് സൈഡിലേക്ക് തുറക്കാൻ നോക്കുമ്പോൾ മറ്റേ ആൾ ക്യൂൺ സൈഡിലേക്ക് വെക്കണം. നൈറ്റ് D5, നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു, പോൺ വെച്ച് വെട്ടുന്നു. ബിഷപ്പിനെ ഇവിടെ B7 കളിച്ച് ഈ പോണിലേക്ക് അറ്റാക്ക് ചെയ്യണം. വൈറ്റ് പ്ലെയർ കളിക്കുന്നു ഈ ഒരു പോൺ ടു A4 എന്നുള്ള മൂവ്. അപ്പോൾ ഈ പോണിനെ എടുത്തോളൂ, എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. ബ്ലാക്ക് കളിക്കുന്നത് പോൺ വെച്ച് ഈ പോണിനെ എടുക്കുന്നു, ഈ ഒരു റൂക്ക് വെച്ച് പോണിനെ എടുക്കുന്നു. ഇവിടെ ക്യാസിൽ ചെയ്യുകയാണ് ബ്ലാക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോണിനെ വെട്ടിയെടുത്തത്? എന്താ കുഴപ്പം? ഈ പോണിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നൈറ്റ് F5 എന്ന് പറഞ്ഞ മൂവ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ബിഷപ്പിലേക്കും അറ്റാക്കാണ്, ഈ പവർഫുൾ G7 ഈ ഒരു ബിഷപ്പിലേക്കും അറ്റാക്കാണ്. അപ്പോൾ വൈറ്റിന് കുറച്ചുകൂടെ പ്ലസ് പൊസിഷൻ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഫ്രീ പോണിനെ ഇവിടെ വെട്ടിയെടുക്കാത്തത്. ക്യാസിൽ ചെയ്യുന്നു, H4, ക്വീൻ D7 കളിച്ച് ഈ ഒരു റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യണം. റൂക്ക് A5, അപ്പോൾ ഈ പോണിലേക്കും ഡിഫൻസ് ഉണ്ട്. E5 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു ബിഷപ്പിൻ്റെ ഡയഗണൽ തുറക്കാനാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം. N% ചെയ്യുന്നു, പോൺ വെച്ചെടുക്കുന്നു. H5, അപ്പോൾ ഈ റൂക്ക് നല്ലോണം ആക്റ്റീവ് ആവുകയാണ്. E5 കളിക്കുന്നു. അപ്പോൾ ഈ റൂക്കിൻ്റെ ഇങ്ങോട്ടേക്കുള്ള കണക്ഷൻ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നൈറ്റ് B3, ക്വീനെ E6 കളിക്കുന്നു, പോൺ വെച്ചെടുക്കുന്നു. നൈറ്റ് C6 കളിച്ച് ഈ റൂക്കിലേക്കാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഈ റൂക്കിന് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഓടിച്ചു വിടണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലത്തെ കമ്പ്യൂട്ടർ ലെവലുള്ള ഒരു മൂവ്, ഒരു കമ്പ്യൂട്ടറിന് മാത്രം കാണാവുന്ന ഒരു മൂവ്, ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ക്വീൻ D6 എന്ന് പറഞ്ഞ മൂവ്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ക്യൂൻ വെച്ച് ക്യൂവിനെ എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും മൂവ് കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ക്യൂവിൻ്റെ G6 കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വേറെ ഒരുപാട് ബിഷപ്പ് C4 ചെക്കൊക്കെ വന്നിട്ട് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈ ഒരു ക്യൂൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ബ്ലാക്ക്. ഇവിടെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യും? അപ്പോൾ നിങ്ങൾ ആലോചിക്കും ബിഷപ്പ് C7 കളിച്ച് ഈ ഒരു ക്യൂനിലേക്കും റൂക്കിലേക്കും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കുക. അതല്ല ഐഡിയ. ബിഷപ്പ് C4 ചെക്ക്. അപ്പോൾ കിങ് ഇവിടെ എന്ത് ചെയ്യും? റൂക്ക് F7 കളിക്കണം. കിങ് ഇവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് മേറ്റ് ഉണ്ട്. അതുകൊണ്ട് റൂക്ക് ഇവിടെ കളിക്കണം. ഇവിടെ ബിഷപ്പ് ടേക്സ് F7 ചെക്ക്, കിങ് മാറുന്നു. ഇനിയാണ് ബിഷപ്പ് C5. ഇപ്പോൾ ഈ ക്യൂവിനെ എവിടെയും മൂവ് ചെയ്യാൻ പറ്റില്ല. പോൺ വെച്ചെടുക്കുന്നു, ബിഷപ്പിനെ C4 പോകുന്നു. അതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഈ ക്യൂവിനെ ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ ഈ ബിഷപ്പിനെ എടുക്കാം. ഇതാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. പക്ഷെ വെറുതെ ബിഷപ്പ് തിരികെ പോകുന്നു, കാരണം ഈ ക്യൂവിന് ഇപ്പോഴും മൂവ് ചെയ്യാൻ പറ്റില്ല. ക്യൂൻ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു, റൂക്ക് വെച്ച് എടുക്കുന്നു, A5 കളിക്കുന്നു, ബിഷപ്പ് D5. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഇതിനെ വെട്ടുക, തിരിച്ചിങ്ങനെ വെട്ടുക. ബ്ലാക്ക് A4 കളിച്ച് ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. നൈറ്റിനെ ഇവിടെ D2 പോകുന്നു. A3, അപ്പോൾ ഈ പോൺ ഒന്നുകിൽ പുഷ് ചെയ്ത് നല്ല കൗണ്ടർ പ്ലേ ഉണ്ടാക്കാനാണ് നോക്കണം. അതുകൊണ്ട് പോൺ വെച്ചെടുക്കണം, റൂക്ക് വെച്ചെടുക്കണം. ഇവിടെ റൂക്ക് H4 കളിക്കണം. എന്തിനാണ് ഇങ്ങനെ ഒരു മൂവ് കളിക്കണത്? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം ഇങ്ങനെ ഒരു മൂവ് വരും. എന്താണ്? ഇതുപോലത്തെ ചെക്ക് വരും. അതാണ് ഈ കുഴപ്പം. അപ്പോൾ ഇങ്ങനെ ഒരു മൂവിന് ശേഷം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു മൂവ് ഇപ്പോൾ കളിച്ചില്ലായിരുന്നു, ഇങ്ങനെ കളിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വെട്ടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെക്ക് വന്നിട്ട് ഈ ഒരു റൂക്ക് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എടുക്കാത്തത്. അതിന് പകരം റൂക്ക് H4 കളിക്കുന്നു, ചെക്ക്, കിങ് F2, E4. ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ റൂക്ക് വെച്ച് ഇങ്ങനെ ഇവിടെ ബിഷപ്പ് വെച്ച് ചെക്ക് വെച്ച് റൂക്കിനെ നേടുക. പക്ഷേ റൂക്ക് F4 ചെക്ക്, കിങ് മാറുന്നു, ബിഷപ്പ് വെച്ച് എടുക്കുന്നു, ബിഷപ്പ് വെച്ച് തിരിയെടുക്കുന്നു, റൂക്ക് ടേക്ക് C6. ഇവിടെ ബ്ലാക്ക് പ്ലെയർ റിസൈൻ ചെയ്യാണ്, വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ വളരെ മനോഹരമായ ഒരു കമ്പ്യൂട്ടർ മൂവ്സ് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ക്വീൻ D6 എന്ന് പറഞ്ഞ മൂവ്. അപ്പോൾ ആ മൂവിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.